എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നു. ലൈക്ക് സബ്സ്ക്രൈബ് പറയാൻ ലൈക്ക് പിന്നെ സബ്സ്ക്രൈബ് എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം. ശനിയാഴ്ച ആണ്. അപ്പൊ രണ്ട് അമ്മച്ചിമാര് കോഴിക്കോട്ട ശനി. അപ്പൊ നമുക്ക് ഇന്ന് കോഴിക്കോട്ട ഉണ്ടാക്കാം. രണ്ട് അമ്മച്ചിമാരും ഉണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് കോഴിക്കോട്ട ഉണ്ടാക്കാം, പിന്നെ കഴിക്കാം അല്ലേ? കുറച്ച് മതി, കുറെ വേണ്ട. പണ്ടെന്നാണ് പറഞ്ഞത്. ശരി. അപ്പൊ ഞാൻ അല്ലെങ്കിൽ അമ്മ മലർത്തിയാനെ എല്ലാ കൊല്ലം സഹായിക്കും. അപ്പൊ ഇത് കൊടുക്കാറുണ്ട്. അമ്പടി ഇപ്പൊ അങ്ങനെയായി. ഇത് എന്താ ചെയ്യണേ? ഇത് നീ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കൂല്ലായിരുന്നു? ഞാൻ ജോലി കഴിഞ്ഞപ്പോ ആദ്യം പിന്നെ കൊഴുക്കട്ട ഉണ്ടാക്കി വെക്കണ ആളാണ്. ഇപ്പൊ കൊറേ നാളായിട്ട് കൊഴുക്കട്ട പരിപാടി ഇല്ല സോണത്തിൽ. അതെന്ത് പറ്റി? ബിസി ആയല്ലേ? ബിസി ആയാ ശരി. ഇപ്പൊ എന്താ ചക്ക ഉണ്ടോ, കപ്പ ഉണ്ടോ? എനിക്കിത് ഉണ്ടാക്കാൻ മടി ഉണ്ട് കുറച്ച്. എന്നാലും വിചാരിച്ചു ഇന്ന് ജോലി ഇല്ലാത്ത ദിവസമല്ലേ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഏലക്കായും അതത്രേ ഉള്ളു. പിന്നെ അപ്പൊ ഇതൊക്കെ റെസിപ്പി എല്ലാവർക്കും അറിയാം. അത് കാരണം നമുക്കൊന്നും പറയണ്ട, എല്ലാവർക്കും അറിയാം. തേങ്ങ വേവിക്കുന്നു, ശർക്കര വിളയിക്കണം, ശർക്കര തേങ്ങ വിളയിക്കണം. പിന്നെ ഏലക്ക ജീരകം ഇട്ടാ മതി. പക്ഷെ എനിക്കിങ്ങനെ ഉണ്ടാക്കിയൊരു ശീലമില്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാൻ അറിയാൻ. അപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ല സോനം? പിന്നെ വീട്ടിലുണ്ടാവും. ഇപ്പൊ ആൾക്കാർ വാങ്ങിക്കും കടയിൽ നിന്ന്. ഇപ്പൊ എല്ലാം കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ പെസറായിക്ക് അപ്പവും കലത്തപ്പവും എല്ലാ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പണ്ടൊക്കെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കുള്ളൂ, വീട്ടില് മേടിക്കാറില്ല. പിന്നെ ജോലിക്കാര് ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടല്ലേ ഉണ്ടാക്കാനൊക്കെ. ഇത് കൊഴുക്കട്ട തിന്നാൻ ഒരു ശനിയാഴ്ച അല്ലമ്മേ? പൊടിയില് കുറച്ച് ഉപ്പ് ഇടാം, പിന്നെ തിളച്ച വെള്ളം. അമ്മയ്ക്കെല്ലാം അറിയാം, പക്ഷെ ഒന്നും ചെയ്യൂല. വയസ്സായ തള്ളമാരുടെ അവര് പറയും മോളെ ഉണ്ടാക്കി ഞാൻ നിങ്ങൾ ചെറുതായിട്ടൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അമ്മ എന്തിനും ഹെൽപ്പ് ചെയ്യോ? മക്കളൊക്കെ ഉണ്ടാക്കുമ്പോ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പണ്ട് കുറെ ഉണ്ടാക്കും ഇങ്ങനെ. എന്റെ സോന എനിക്ക് ഓർമ്മ വെച്ചപ്പോ തുടങ്ങി ഞാൻ എന്തെല്ലാം പണി ചെയ്യുന്ന അറിയാമോ? ഈ അമ്മ നമ്മളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കും, മുട്ടൻ പണി ചെയ്യിപ്പിക്കും. അമ്മാരങ്ങനെയാണ് എല്ലാ പണിയും പിള്ളേരെ പഠിപ്പിക്കണം. അത് മനസ്സിലായില്ലേ? അതെ, എല്ലാ പണിയും കൊച്ചിലെ തുടങ്ങി പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. എന്നാലേ പിള്ളേർ പഠിപ്പിക്കും. ഇതാണ്. അല്ലാണ്ട് അമ്മേനെ പോലെ ഇങ്ങനെ അമ്മ ആണെങ്കിൽ ഇത് 2-3 അങ്ങ് ഉണ്ടാക്കും. അമ്മക്ക് പണി കഴിയണമല്ലോ, അതിന് വേണ്ടിട്ട് നമ്മൾ തിന്നുമ്പോ നല്ല കാര്യം. എനിക്ക് പണിയല്ല അന്നേരം മോനെ ഈ വിറക് വെച്ച് പുറത്ത് കത്തിക്കണം, മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ഗ്യാസ് ഉണ്ട്, അവിടെ നിന്നാണ് പണിയാ. മറ്റൊരു വിറക് വെച്ച് കത്തിക്കണം. ചിലപ്പോ കരിയിലിട്ട് പോലെ കഞ്ഞി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. ഞാനും പണിയിട്ടുണ്ട്. അമ്മ എന്നെ കൊണ്ട് പാത്രം രാവിലെ പാത്രം തേച്ചൊക്കെ ഉണ്ടല്ലേ? ഈ കരി പിടിച്ച പാത്രങ്ങൾ തേച്ച ഒരു ബുദ്ധിമുട്ടില്ലേ? അമ്മ ചെയ്തേ കണ്ട കണ്ട ചെറുതുണ്ടാക്കണം. ഇതിനേക്കാളും ചെറുതുണ്ടാക്കണേ എത്ര നല്ലത്. കത്തിച്ചില്ലേ സോനം? ഫസ്റ്റ് കോഴിക്കോട്ട. കോഴിക്കട്ട. ആരാണോ ഇതിന് കോഴിക്കട്ട എന്നൊക്കെ പേരിട്ടെ? അതെ, കോഴി മുട്ട എന്നല്ലല്ലോ പറയണത്, കോഴിക്കട്ട. എല്ലാവരും ഉണ്ടാക്കും.
അതെ, ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഉണ്ടാക്കില്ലായിരിക്കും. ഇപ്പൊ മേടിക്കാൻ ഇഷ്ടംപോലെ കടകളുണ്ട്. വീട്ടിലെ അമ്മച്ചമാര് എല്ലാരും ഉണ്ടാക്കും. പിന്നെ എല്ലാ കടല കിട്ടൂലേ. കടയിൽ കിട്ടുന്നില്ല. അപ്പച്ചനും കൊടുക്കണം 2 കോഴിക്കട്ട. ഇങ്ങനെ വിളയിക്കണം, വിളയിച്ച് വെക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ്. ഇവിടേക്കാണ് കഴിക്കട്ടോ. പാപ്പം ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് ചിന്നാറ്റോ. ഇത് കോഴിക്കോട്ട ഓശാന. നല്ല ചൂടുണ്ട്. ചൂട് ദേ ഞാൻ വേർത്ത് വേണ്ട ഒരു കോഴിക്കട്ട ഉണ്ടാക്കണതിന്റെ ആവശ്യത. അമ്മ ഉണ്ടാക്കി കൊടുക്കും ഒരെണ്ണം. അതെന്റെ കൈയുടെ ഒന്നും പറ്റൂല കൈവയ്ക്ക്. അമ്മ അവിടുത്തെ മൊത്തം പണിയെടുക്കുന്ന അമ്മയാണ്. നീ ഇവിടെ കൈകൊണ്ട് പറ്റുന്ന ഇതിന് ചെയ്യാണ്ട് തന്നെ ചെയ്യണ. ആ അപ്പൊ ഇതൊന്നും ഉരുട്ടാൻ അമ്മ പറ്റൂലേ? ഇതൊന്നും ഉരുട്ടാൻ പറ്റില്ല. ഞാൻ കൈ കഴുകിയ മുമ്പ് എന്താ പറയുന്നത്? എനിക്കറിയാം. എന്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കും. അപ്പൊ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താലെന്താ? നിന്റെ അമ്മയും നീ രണ്ടമ്മമാരില്ല, അവരുണ്ടാക്കണം. അങ്ങനെ ഒരു കാര്യമില്ല. ഓ അപ്പൊ വീട് പിടിച്ചിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. വീട് പിടിക്കുന്ന നിർബന്ധമൊന്നുമില്ല. ആ ഭക്ഷണം ഉണ്ടാക്കട്ടെ. ആര് വന്നിക്കണം? ഈ കൊച്ചിന്റെ അപ്പനാണോ? ആ ഇത് ദേ ഏലുകുട്ടി അമ്മച്ചി ഉണ്ടാക്കി കഴിഞ്ഞതി ഫസ്റ്റ് ട്രിപ്പ് അല്ലേ? അതെ, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. കുട്ടിയമ്മ ഉണ്ടാക്കിയിട്ട് പലഹാരം നമ്മൾ തിന്നും. ഞാൻ ഉണ്ടാക്കി. അമ്മയ്ക്ക് ആകെ ഉണ്ടാക്കും പൂട്ട്. ഇപ്പൊ കൂട്ടിക്കൊള്ളാൻ മടിയായിരിക്കും. എന്താ ഇപ്പൊ അന്നത്തെ ചുറ്റാ ഞാൻ വെല്ലപ്പഴം ഉണ്ടാക്കൂ, നല്ല രുചിയാണല്ലോ. വല്ലപ്പോഴും അമ്മ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടു തന്നെ അമ്മമാര്. പറയാൻ കൊടുത്തത് എന്ത് രസമുണ്ടോ. ഞാൻ ഉണ്ടാക്കിയതാണെന്നുകൊണ്ട് അമ്മ എന്തെങ്കിലും സാധനം കൊണ്ടു വന്നിട്ടുണ്ടോ? വെല്ലപ്പഴം അടച്ചി ഉണ്ടാക്കി തരണം. എപ്പോ? എപ്പോഴൊക്കെ ഉണ്ടാക്കി തരാം. അതെ, സോനം ഉണ്ടാക്കി അങ്ങനെ ഉണ്ട് നോക്കട്ടെ. അതെ, അമ്മ ഉണ്ടാക്കി കുഞ്ഞി ഞാൻ ഉണ്ടാക്കുമ്പോ കുറച്ച് വലുത ഉണ്ടാക്കുമ്പോ കുഞ്ഞി ഞാൻ ഉണ്ടാക്കുമ്പോ കുറച്ച് വലുത ഉണ്ടാക്കും. സോനം പണ്ട് ഞാൻ വരുമ്പോ ഉണ്ടാക്കി വെക്കും. നമ്മളോ ഈ വിശപ്പിന്റെ സമയത്തല്ലേ വരണത്. എന്താ ആലോചിക്കുന്നുണ്ടോ? പണ്ട് ചെറുപ്പത്തില് സിജിയമ്മ ഇങ്ങനെ ഉണ്ടായിരുന്നോ? പണ്ട് ഷിജാമ്മ അതൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും നമുക്ക്. എടി അമ്മ ഒരു പണിയും ചെയ്യില്ലായിരുന്നു. എനിക്കൊരു ഓർമ്മ വെച്ചപ്പോ ഞാൻ ഇത് അമ്മ ചക്ക കപ്പയൊക്കെ അമ്മ വെക്കായിരുന്നോ? ചക്ക കപ്പയൊക്കെ അമ്മ വെക്കായിരുന്നു. എന്നെ കൊണ്ട് വെപ്പിച്ചൂടി. നീ കിണറിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടെന്ന് എല്ലാത്തിനും കുടിക്കാനും എല്ലാത്തിനും ഇതിന്. എടി സോനം ഞങ്ങൾക്കൊരു പിന്നെ വീട്ടിലെ നിങ്ങളുടെ ഒക്കെ അറക്കലും വെള്ളം അന്ന് മെഷീനൊന്നും ഇല്ല. അമ്മയ്ക്ക് എനിക്ക് ഓർമ്മ വെച്ചേക്കണ നാൾ തുടങ്ങി ഞാൻ വീട്ടിൽ നല്ല മുട്ടൻ പണി എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഞങ്ങൾ പിന്നെ മോട്ടർ അപ്പച്ചൻ മോട്ടർ മേടിച്ചതിന് ശേഷം മോട്ടർ അടിച്ച് വെള്ളം പാത്രത്തിൽ നിറച്ചു വെക്കും. എന്നിട്ട് അവിടെ നിന്നല്ലേ നമ്മൾ എടുത്തുകൊണ്ട് അങ്ങനെ ഉണ്ടായിരിക്കും. ഇപ്പൊ തന്നെ രണ്ടുപേർക്കല്ലോ. നമ്മുടെ വീട്ടിലല്ലേ എല്ലാ വീടുകളിലും ചിലപ്പോ അരി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടാവില്ല, അങ്ങനെ ഓരോ സാധനങ്ങളും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അയൽവക്കത്തെ കടം മേടിക്കും. നാഴി അരി അല്ലെങ്കിൽ ഇത്തിരി പഞ്ചസാരയൊക്കെ നമ്മൾ അതിനകത്ത് കടം മേടിക്കും. എന്നിട്ട് നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കും. അവരും വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും. അങ്ങനെ നമ്മള് ഇപ്പൊ നമ്മള് ഇല്ലെങ്കിൽ നമ്മളിപ്പോ മമ്മിയുടെ വീടും ഇവര് നമ്മുടെ 3 വീടും ഉള്ളത് കൊണ്ട് നമ്മൾ വേറെ അയൽവക്കത്ത് പോകണില്ല. പിന്നെ ഇന്ന കാലത്തെ ആൾക്കാർ അയൽവക്കത്ത് പോയില്ല. കയ്യിൽ പൈസ ഉണ്ട്, അപ്പൊ തന്നെ പോയി കടയിൽ നിന്ന് വാങ്ങിക്കാം. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നല്ലോ. പൈസ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പൊ നമ്മുടെ അയൽവക്കത്ത് നിന്ന് സാധനങ്ങൾ മേടിക്കും. അരിയൊക്കെ മേടിക്കും. നാഴി അരി, 2 അരി ഒക്കെ കടം മേടിക്കും. ഒരാളും പറയുമ്പോ മറ്റേയാളും എന്താ എക്കോ അപ്പൊ അമ്മച്ചി എല്ലാം എക്കോട്ട് പറയുള്ളൂ. അമ്മ ഇങ്ങനെ നമ്മളൊരാൾ പറയുമ്പോ അതിന് പുറകെ അമ്മയെ പറഞ്ഞിട്ട് പോകും. അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മളൊക്കെ കോഴക്കട്ട് ഉണ്ടാക്കിയും കഴിഞ്ഞോ? ഇത് ഉണ്ടാക്കിയിട്ട് ആര് തിന്നാനാന്നാ ഇപ്പൊ എന്റെ വിചാരം. ഈ എനക്ക് ഒരെണ്ണം മതി. ഇത് നീ തിന്നോടി, ഇത് ടേസ്റ്റ്. നീ നോക്കിക്കോ, നീ ഉണ്ടാക്കണ കൊഴക്കട്ടില്ല അത്. നീ വലുതുണ്ടാക്കുമ്പോ ടേസ്റ്റ് ഇല്ല. കഴിക്കില്ല. അതെയാ? കുഴപ്പമില്ല, അമ്മച്ചി കഴിക്കില്ല. നാളെയും കഴിക്കാം. ഇത് കൊറേ ആയിപ്പോയി. ഞാൻ 10
ഉണ്ടാക്കും. നിന്റെ 10 ഒരെണ്ണം തിന്നാൻ മതി, നല്ല വയറ് പറയാ. നീ 10 ഉണ്ടാക്കുന്നത് ഞാൻ എന്നിട്ട് 100 ഉണ്ടാക്കുന്നതും ഒരേപോലെ ഉണ്ട്. നീ 10 ഉണ്ടാക്കണേ തിന്നു കഴിഞ്ഞാൽ വയറുന്നറിയും. ആ നോക്ക്, നമ്മൾ കോഴിക്കോട്ട ശരിയായി. അപ്പൊ നമുക്ക് കഴിക്കാം. പക്ഷേ ഏലുകുടി അമ്മച്ചി വീട്ടിൽ പോയി. സോനം നോക്കേ കൊടുത്തിട്ട് അമ്മയുടെ റിയാക്ഷൻ കൊടുത്തിട്ട് വാ. റിയാക്ഷൻ അത്ര പോരാ പോരാ പറയും. അവിടെ പൊട്ടി ഇവിടെ പൊട്ടി. മോളും ഉണ്ടാക്കി അടിപൊളി ആന ഇല്ല അറിയില്ലല്ലോ. ഇപ്രായം ഇത് അമ്മ ഇപ്രായം ചൂടാണല്ലോ കഴിക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരില്ലേ പറയുന്നുണ്ട്. ഇനി സോനൊന്ന് കഴിച്ചു നോക്കേ. ചൂറുകാരിയോ? ചൂടുണ്ട് കേട്ടോ. സൂപ്പറാണോ? മധുരമൊക്കെ ഉണ്ടോ? ഉണ്ട്. അടിപൊളി. കുറെ നാല് ശേഷം കഴിക്കുമ്പോ നമുക്ക് രുചി തോന്നും, കൊതി തോന്നുക. ശരിയാ, നമ്മൾ കഴിക്കാതെ ഡെയിലി കഴിക്കണതാകുമ്പോ നമുക്കൊരു ഇത് തോന്നില്ല. എപ്പോ കഴിക്കുമ്പോ നമുക്ക് വെല്ലപ്പഴും കഴിക്കുമ്പോ അതിനൊരു ടേസ്റ്റ് തോന്നുന്നു. വെള്ളപ്പം കഴിക്കുമ്പോ നല്ലതാ. പിന്നെ ഞാനും രണ്ടെണ്ണം ഇത് സെക്കൻഡ്, ഫസ്റ്റ് കഴിച്ച് കഴിഞ്ഞ ഇത് സെക്കൻഡ് ആണ് കേട്ടോ. കുറെ നാള് ശേഷം കേട്ടോ. അത് നമ്മളിവിടെ ഉണ്ടാക്കാറില്ല. നീ പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, പിന്നെ നീ ഉണ്ടാക്കാറില്ല, ഞാനും ഉണ്ടാക്കാറില്ല. പണ്ട് ഞാനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നിനക്ക് മടിയാ. ഇപ്പൊ കുറച്ച് ബിസി ആയിപ്പോയി, ഉണ്ടാക്കുന്ന സമയമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ കോഴിക്കട്ട ഇന്നിപ്പോ കോഴിക്കട്ട ശനിയാഴ്ച എല്ലാവരും ഉണ്ടാക്കും. അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയല്ലേ കടയിൽ നിന്ന് വാങ്ങിച്ചൊക്കെ കഴിക്കും. പക്ഷെ ഇന്നിപ്പോ എല്ലാ വീടുകളിലും ഉണ്ടാക്കും. ഇത് ഒരു ആചാരമായിട്ട് കണക്കാക്കുന്നല്ലേ. അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോ ഒരു സന്തോഷം. ഇന്ന് ഉണ്ടാക്കി നമ്മുടെ അപ്പച്ചനമ്മച്ചിക്ക് കൊടുക്കുമ്പോ അവർക്കതൊരു സന്തോഷം, നമുക്ക് അതൊരു ഇത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഉണ്ടാക്കിയത്. ഇല്ല, എന്താ ഫുഡ് ആയിക്കോട്ടെ മേടിക്കുന്നതിലെ നല്ല നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും വീട്ടിൽ കൊടുക്കുമ്പോ ഒരു സന്തോഷം. ഇന്നും ശുചി അമ്മക്ക് ലീവ് ഉണ്ടായിരുന്നു, അതുകൊണ്ടുണ്ട്. ഏൽക്കുട്ടി അമ്മച്ചും ഉണ്ട്. അത് കാരണം വേറെ സിമ്പിൾ വീഡിയോ പിടിച്ചിട്ടുണ്ടോ എല്ലാവർക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ബൈ. അപ്പൊ പറയൂ, കോഴിക്കോട്ട നല്ലതാണെന്ന്, നല്ല രുചി ഉണ്ടായി, നല്ല സൂപ്പർ. ഒരു ഇച്ചിച്ചല്ലേ ഉണ്ടായോളൂ, ഒരു ചെറുതായിരുന്നോ. പിന്നെ അത് തിന്നപ്പോ എനിക്ക് മധുരം ചിലപ്പോ പല്ലിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേ. ആദ്യമായിട്ടാണ് എന്റെ അമ്മ ഞാൻ ഉണ്ടാക്കിയ സാധനമല്ലാന്ന് പറയുന്നത്. അപ്പച്ചന് കൊടുത്ത് നോക്കണം. നല്ലതായിരുന്നു. അപ്പച്ചൻ വരുമ്പോ കൊടുത്തിട്ട് അപ്പച്ചനോട് ചോദിക്കണം കേട്ടോ. നല്ലതായിരുന്നു അപ്പച്ചൻ നമ്മുടെ പോപ്പിച്ചേട്ടൻ വന്നിട്ടുണ്ടോ? ഇത് ഇനി ആരോ ഉണ്ടാക്കി അറിയോ? അമ്മ പറയണ എല്ലാവർക്കും കൊടുത്തുള്ളൂ. ചോദിച്ചിട്ട് പറയാന്. ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് ഞാൻ കോഴിക്കട്ട ഉണ്ടാക്കാറില്ല. ഈ മെനക്കേട് പണി. പക്ഷെ ഇന്ന് ഉണ്ടാക്കിയപ്പോ നല്ല എളുപ്പമായിട്ട് തോന്നി എനിക്ക്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റി, എളുപ്പമായിട്ട് തോന്നി.